തിരുവനന്തപുരത്തും കൊച്ചിയിലും ബോംബ് ഭീഷണി. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും കൊച്ചി വിമാനത്താവളത്തിലുമാണ് ഭീഷണി. പോലീസിന് ഭീഷണി സന്ദേശം ലഭിച്ചത് തെലങ്കാനയിൽ നിന്നാണ് എന്നാണ് വിവരം. സന്ദേശം ലഭിച്ചതിന് പിന്നാലെ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരനും കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും ചേരുകയാണ്. ആദ്യം മീരയിലേക്ക്. മീര, എപ്പോഴാണ് തലസ്ഥാനത്ത് ഭീഷണി സന്ദേശം കിട്ടിയിരിക്കുന്നത്? അത് എവിടെ നിന്നാണ് എന്ന് ട്രാക്ക് ചെയ്യാനായിട്ടുണ്ടോ? പരിശോധനകൾ ഏത് വിധത്തിൽ നടക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ? ലക്ഷ്മി, നിലവിൽ ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ പരിശോധനകൾ ഉൾപ്പെടെ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അസ്വാഭാവികമായി തന്നെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ നിലവിൽ ആ പ്രോട്ടോകോൾ അനുസരിച്ച് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ വന്നിട്ടുള്ള പരിശോധനയായിരുന്നു നടന്നത്. ഈ പരിശോധന എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്നായിരുന്നു ഇത്തരത്തിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിലൊരു വ്യാജ ബോംബ് ഭീഷണി വന്നിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ അന്വേഷണത്തെ തുടർന്ന് തെലങ്കാനയിലാണ് ഇതിൻ്റെ ഉറവിടം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. തുടർന്ന് ഈ ഡോഗ് സ്ക്വാഡിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധന നടന്നത്. നിലവിൽ ഒരു തരത്തിലുമുള്ള സ്വാഭാവികതയില്ല. പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലക്ഷ്മി, സഹിൻ ആന്റണി കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്നും. സഹിൻ, കൊച്ചി വിമാനത്താവളത്തിലാണ് ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഭീഷണി സന്ദേശം കിട്ടിയത്. അത് എവിടെ നിന്നാണ് എന്ന കാര്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏത് തരത്തിലാണ് വിമാനത്താവളത്തിൽ ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്? ലക്ഷ്മി, നേരത്തെ മീര സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ശക്തമായ പരിശോധനയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് വൈകുന്നേരം 5:30 ഒരു സന്ദേശം പോലീസിന് ലഭിക്കുകയാണ്. പോലീസിന്റെ FB പേജിലേക്കായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സന്ദേശം ലഭിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലടക്കം 2 ഇടങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ സന്ദേശം. ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നെടുമ്പാശ്ശേരിയിലെ സുരക്ഷാ ഏജൻസികൾ പ്രത്യേക യോഗം ചേരുകയും പിന്നീട് ആ യോഗത്തെ തുടർന്ന് സുരക്ഷ ശക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, ശക്തമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധന ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതൊരു വ്യാജ ബോംബ് ഭീഷണിയാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നതെങ്കിലും അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. മാത്രമല്ല, തെലങ്കാനയിൽ നിന്നും ഒരു സന്ദേശം ലഭിച്ചപ്പോൾ ഈ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെലങ്കാനയിലേക്ക് ഒരു അന്വേഷണ സംഘം ഒരു ടീമായി പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, ഇപ്പോൾ സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.